രക്ഷാപ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മന്ത്രിമാരുടെ വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് മന്ത്രിമാരുടെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവരുടെ വാക്കുകൾ. ഒരു പുതിയ ദിവസം കൂടി രാവിലെ 6 മണിക്ക് തന്നെ കൃത്യമായി ധാരണയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്നലെ വൈകുന്നേരം തീരുമാനിച്ച പുതിയ ആശയങ്ങൾ കൂടി വെച്ചുകൊണ്ട് രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളെല്ലാം പുലർച്ചെ മുതൽ ഇവിടെയുണ്ട്. ഇന്നലെ ചെറുതെങ്കിലും ഉയർന്ന് വന്ന ഭക്ഷണമൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാവിലെ തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ ഒരു പ്രയാസമൊന്നും ഉണ്ടാകില്ല. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് വന്നിരുന്നൊരു ജനക്കൂട്ടമുണ്ട്. അതിന്റെ ഒരു കുറവുണ്ടെന്ന് മാത്രമല്ല, കൃത്യമായി നമ്പർ വെച്ച് അകത്തേക്ക് കടത്തേണ്ട ആളുകളെ നിശ്ചയിച്ചതനുസരിച്ച് അതിനുള്ള ആളുകൾ മാത്രമാണ് ഇന്ന് കടന്നു പോകുന്നത്. ഇന്നലെ മുപ്പൈനാട് വഴി കടന്നു വന്ന ആളുകൾ കണ്ടെത്തിയ ഒരു ബോഡി കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായൊരു ദിശയിൽ കൂടി നമുക്ക് രക്ഷാപ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സംഭവമാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. രണ്ട് സൈഡിൽ നിന്നും പോയിട്ടുണ്ടെങ്കിലും ഇടയിലൊരു ചെറിയ ഭാഗം കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഫോറസ്റ്റിന്റെ കൂടി സഹായത്തോടെ രാവിലെ ഞങ്ങള് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ DFOയും കൂടിയായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. അത് അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായപ്രകാരം കുറച്ചുകൂടി ക്ലൈംബ് ചെയ്യേണ്ടതും ജമ്പ് ചെയ്യേണ്ടതുമായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. ആളുകൾക്ക് നേരിട്ട് സമതലത്തിലെത്താൻ പറ്റില്ല. ആ സ്ഥലത്തിൽ ഫോറസ്റ്റിന്റെ കൂടി സഹായത്തോടു കൂടി നമുക്ക് NDRF സംഘത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള ആലോചന കൂടി ഇന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ വിധത്തിലും അത് മുന്നോട്ട് പോകും. ഇന്ന് ഏറ്റവും സങ്കടകരവും അടിയന്തരമായി നിർവഹിക്കേണ്ടതുമായ ഒരു പ്രശ്നം അൺക്ലെയിംഡ് ആയിട്ടുള്ള ബോഡികളുടെ ബറിയിങ് ആണ്. നമ്മൾ നേരത്തെ കൽപ്പറ്റയിൽ 5 എണ്ണം മറവ് ചെയ്തു. അത് 2 ഘട്ടങ്ങളിലായി, 2ഉം 3ഉം വീതം. ഇന്നലെ 8 ബോഡികൾ ഒരുമിച്ച് ബറിയിങ് നടത്തി. ഇന്ന് പുത്തുമലയിലെ തന്നെ 64 സെന്ററിൽ എടുത്തിട്ടുള്ള ബറിയിങ് ഗ്രൗണ്ടിൽ 158 ബോഡി പാർട്സും 31 ഫുള്ളായിട്ടുള്ള ബോഡി, അങ്ങനെ 189 കുഴികൾ കൂടുതലെടുത്ത് അവിടെ ഇന്ന് 3 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കണം എന്നാണ് കരുതുന്നത്. അപ്പോ 31 ഫുള്ളായിട്ടുള്ള ബോഡി അൺക്ലെയിംഡ് ആയത് ആദ്യം സംസ്കരിക്കുകയും തുടർന്ന് ഓരോ അംഗവും പ്രത്യേക, ഓരോ ശരീരഭാഗവും പാർട്സും പ്രത്യേക പെട്ടികളിലാക്കി ഓരോന്നിനും പ്രത്യേകം കുഴിയെടുത്ത് അവിടെ DNA ടെസ്റ്റിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട നമ്പർ ബോഡിക്കകത്ത്, കോഡ് നമ്പർ ബോഡിക്ക് അകത്ത് പെട്ടിക്ക് പുറത്ത് കുഴിച്ചിടുന്ന ബറിയിങ് നടത്തുന്ന ആ കേന്ദ്രത്തിനോട് ചേർന്ന് സ്ഥാപിക്കുന്ന പോസ്റ്റിൽ ഇങ്ങനെ 3 കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച് വളരെ കൃത്യതയോടുകൂടി അത് പൂർത്തീകരിക്കേണ്ടി വരും. 158 31 എന്ന് പറഞ്ഞാൽ 189 പാർട്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മറവ് ചെയ്യണം എന്ന് പറയുമ്പോൾ ചെറിയ സമയമായിരിക്കില്ല അതിന് വേണ്ടി വരിക. ചെറിയ ഓർഗനൈസേഷൻ കപ്പാസിറ്റി മാത്രം പോരാ. പിന്നെ നമ്മളിപ്പോൾ ഉള്ള മേപ്പാടിയിൽ നിന്ന് അങ്ങോട്ട് എടുത്തതിന് ശേഷം ഓരോന്നോരോന്നായി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സാധ്യമാകില്ല. അതിനുവേണ്ടി ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണ്. ഒരുമിച്ച് ഇത്രയധികം ബോഡികൾ 3ഓ 4ഓ സെക്ടറിലായി വണ്ടികൾ കയറ്റാനും അവിടുത്തെ ഇന്നലെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടു കാണും. അവിടെ ഇന്നലെ 8 ബോഡികൾ വെച്ചപ്പോൾ തന്നെ വളരെ തിക്കായി. അപ്പോൾ ഒരു 10 എണ്ണമാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ സർവമത പ്രാർത്ഥന കൂടി നടക്കണം എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ഒരേ സമയം കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നുണ്ട്. കൂടുതൽ ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 4 മണി എന്നാണ് ഇന്നലെ ഞങ്ങൾ മന്ത്രിതല ഉപസമിതി ആലോചിച്ചത്. എന്നാൽ 3 മണിക്ക് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം എന്ന വിധത്തിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്നാൽ മാത്രമേ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റൂ. 189 എന്ന നമ്പർ പറയുമ്പോഴും ഇപ്പോഴും ചിലപ്പോൾ ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നത് ആരെയെങ്കിലും ഇനി തിരിച്ചറിയാൻ കഴിയുന്നു വന്നാൽ. ഇന്നലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കെ ശശീന്ദ്രനും OR കേളുവും പി രാജീവും ഒക്കെ കൂടി ഞങ്ങൾ പിരിയുമ്പോൾ 8 എന്നുള്ളത് ഡീകമ്പോസായി എന്ന് പറയുന്ന ഒരു ബോഡി കൂടി വന്നു. 9ആയി. 9 വേണ്ടിവരും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. 8 മണിക്ക് ആരംഭിക്കാം എന്ന് കരുതി. പക്ഷേ അതിനിടയിൽ ഒരു ബോഡി തിരിച്ചറിഞ്ഞു. ഒരു അത്ഭുതകരമായ സംഭവമാണത്. അങ്ങനെ ഡീകമ്പോസായി തുടങ്ങിയിട്ടുള്ള ഒരു ബോഡി വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കൃത്യം ഐഡന്റിറ്റി കണ്ടതുകൊണ്ട് നമ്മൾ ആ ബോഡി വിട്ടുകൊടുക്കും. അപ്പൊ നമ്മൾ ആലോചിച്ചത് ഇന്ന് 3 മണി എന്നൊരു സമയം മാധ്യമങ്ങളിലൂടെ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ കണ്ടെത്താനുള്ള ആളുകളുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ഒന്നുകൂടി നോക്കി അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് വിട്ടുകൊടുത്ത് ബാക്കിയുള്ള ഭാഗങ്ങളായിരിക്കും നമ്മൾ ബറിയിങ്ങിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുന്നത്.
നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സൂററ്റിൽ നിന്ന് വരും എന്ന് കരുതിയിരുന്ന കടാവർ ഡോഗ്സ്, ഡൽഹി വന്ന് ഇങ്ങോട്ടെത്തും എന്ന് കരുതുന്ന 4 കടാവർ ഡോഗ്സ് കൂടി ഇപ്പോൾ വന്നവരുടെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതടക്കം 15 കടാവർ ഡോഗ്സിന്റെ കൂടി പിന്നെ സാന്നിധ്യവും അതിന്റെ സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നും ഇങ്ങനെ വരുന്ന സിഗ്നലുകളൊക്കെ ഇപ്പോൾ കേണൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം 2 സ്ഥലത്ത് നോക്കി. അവിടെ പക്ഷെ അതിന് തുല്യമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരീരമായില്ല, മനുഷ്യ ശരീരമായില്ല എന്ന് ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടാവുന്ന എല്ലാ സംവിധാനങ്ങളും ഇതിനു വേണ്ടി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഹൈറ്റ് വ്യത്യാസം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. തിങ്കളാഴ്ച ഉണ്ടായിരുന്ന ഈ പ്രദേശത്തിന്റെ അളവും ഇന്നലെ മിനിഞ്ഞാന്ന് ഡ്രോണിലൂടെ എടുത്ത ഈ പ്രദേശത്തിന്റെ ഹൈറ്റ് വ്യത്യാസവും നോക്കുമ്പോൾ -2 മീറ്റർ മുതൽ 11 മീറ്റർ വരെ കാണുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഡെപ്തായി ചളിയും അതുപോലെ തന്നെ മണ്ണും കല്ലും ഒക്കെ നിറഞ്ഞ പ്രദേശങ്ങളുടെ താഴത്തിൽ സാന്നിധ്യമുള്ളത് പ്രത്യേകമായി നോക്കി കാണുകയാണ്. ആ വിധത്തിലൊരു പഴുതടച്ചിട്ടുള്ള സംവിധാനങ്ങളാണ് ഇന്നും ആലോചിക്കുന്നത്. പലയിടങ്ങളിലും തെറ്റായ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കൃത്യമായി ഇൻഫർമേഷൻ തരുന്നുണ്ട്. PRDയും അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു അന്വേഷണവും അവസാനിപ്പിച്ചിട്ടില്ല, ഒരു സംഘത്തിന്റെ തെരച്ചിലും അവസാനിപ്പിച്ചിട്ടില്ല. കൃത്യമായ സംവിധാനങ്ങൾ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. രാവിലെ 11 മണിക്ക് മന്ത്രിതല ഉപസമിതിയുമായി ഓൺലൈനിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ സംസാരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരാശയവും നമ്മൾ ആലോചിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, പുതിയ കേന്ദ്രങ്ങളെ കൂടി നമ്മൾ ആലോചിച്ചുകൊണ്ട് തെരച്ചിലിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. മിസ്സിംഗ് കേസുകൾ 216, 180 ഇന്നലെ വൈകുന്നേരത്തേക്ക് കുറഞ്ഞു. ചിലപ്പോൾ ഇനി കുറയും, ചിലപ്പോൾ ചില നമ്പറുകൾ കൂടി വരും. എന്തായാലും അതും മൈന്യൂട്ടായി തയ്യാറാക്കാൻ ഏറ്റവും അവസാനത്തെ നമ്പർ കൂടി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ റേഷൻ കാർഡ് മാത്രമായിരുന്നു, ഇപ്പോൾ ഇലക്ട്രിസിറ്റിക്കാർ നോക്കുന്നുണ്ട്. ആശാ വർക്കർമാരും അംഗനവാടി ടീച്ചർമാരുടെ ലിസ്റ്റ് ആലോചിക്കുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ മലിനീകരണ സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എല്ലാ ലിസ്റ്റുകളും നമ്മളിപ്പോൾ നോക്കി വെരിഫൈ ചെയ്യുകയാണ്. ഈ 189ഉം 64 സെന്റിലായിരിക്കും. ഒരു സെന്റിൽ 10 വീതം കുഴികൾ പറ്റും എന്നാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ധാരണ. പക്ഷെ ആളുകൾക്ക് ഇറങ്ങാനൊക്കെയുള്ള സൗകര്യം വെച്ച് 7 നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. എന്നാലും സഫീഷ്യന്റ് ഇന്ന് തന്നെ ഈ ബാക്കി എല്ലാ മൃതദേഹങ്ങളും സംസ്കരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞ. അതെ 189ഉം ഇന്ന് തന്നെ എത്ര നേരം എടുത്താലും ചെയ്തു തീർക്കണം. അതെ അതായത് ഇന്ന് രാവിലെ കൊണ്ട് തന്നെ ഇന്നലെ 31 കുഴികളാണ് നമ്മൾ എടുത്തിരുന്നത്. ബാക്കി ഈ നിലവാരത്തിൽ വരാവുന്ന വിധത്തിൽ നമ്മൾ ഇന്നലെ കണ്ട ആ പോയിന്റിന്റെ 2 വശങ്ങളിലായി പിന്നെ കുഴികൾ എടുക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ പ്ലാൻ പിന്നെ മേപ്പാടി ആശുപത്രിയിൽ നിന്ന് എല്ലാ മൃതദേഹങ്ങളും വരിയായി കൊണ്ടുവന്ന് ഒരു നിശ്ചിത നമ്പർ ആദ്യം അങ്ങോട്ട് എടുക്കുക, അത് ഉള്ളിലേക്ക് കയറ്റുക, അതിനുശേഷം വണ്ടികൾ വിടുക. സർവമത പ്രാർത്ഥന കഴിഞ്ഞ് ബോഡി എടുക്കുമ്പോൾ അടുത്ത സെക്ഷൻ വരിക, അത് സൈമിൾട്ടേനിയസ് ആയി അങ്ങോട്ട് കയറ്റുക, അതെടുക്കുമ്പോൾ അടുത്ത സംഘം വരിക. അങ്ങനെ തുടർച്ചയായി ഒരു സമയം എത്രയും ബോഡി സംസ്കരിക്കാം, അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷെ ഈ പ്രാർത്ഥനയൊക്കെ നടത്തേണ്ടതുള്ളത് കൊണ്ട് അവിടെ നമുക്ക് ഇന്നലെ 8 മേശയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. നമുക്ക് ഫുൾ ബോഡി ആകുമ്പോൾ ഒരു 10ഓ 20ഓ വരെ കൊണ്ടുവരാം. പാർട്സ് ആകുമ്പോൾ നമുക്കതൊരു 30 വരെ വർദ്ധിപ്പിക്കാം. അപ്പൊ എന്തായാലും എണ്ണം കൃത്യമായി പറയാതെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ്, ഇന്നത്തെ ദൌത്യ നീക്കങ്ങളാണ് മന്ത്രി കെ രാജൻ വിശദീകരിച്ചത്.